അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഉപ്പ ഒരു പുനർവിവാഹം അഥവാ ഒരു രണ്ടാനമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വെറുതെ കൂട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല. സത്യത്തിൽ കുടുംബങ്ങളൊക്കെ ആലോചിച്ച് പ്രധാനമായും പാണ്ടിക്കാട്ട് കുഞ്ഞാൻ തന്നെ നിർബന്ധം എടുത്ത് അഥവാ ആ രണ്ടു ആൺകുട്ടികളും മുൻകൈയെടുത്ത് അഥവാ കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ, അല്ലാതെ അദ്ദേഹം ഈ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു വിവാഹം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല. ഇഷ്ടപ്രകാരം തന്നെ ഇവർ സമ്മതിപ്പിച്ച് വിവാഹം ചെയ്യിപ്പിച്ചു. ഇതിൽ രണ്ടു കാര്യമുണ്ട്. ഒരു കാര്യമെന്ന് പറയുന്നത്, സത്യത്തിൽ ഈ ഏകദേശം സായാഹ്നത്തിലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആരു തന്നെ അയാളുടെ സമീപസ്ഥനായാലും എന്ന് പറഞ്ഞാൽ ആൾ തന്നെ അയാൾക്ക് ആശ്വാസം. അഥവാ മക്കൾ ചിലരൊക്കെ പറയാറുണ്ട്, ഇയാൾക്കിപ്പോൾ എന്ത് ഭ്രാന്താണ്, അയാൾക്ക് പ്രായമായില്ലേ, ഇനിയിപ്പോൾ എന്തിനാ അയാളൊരു പെണ്ണ് കെട്ടണത്, അങ്ങനെ സാധാരണ മനുഷ്യന്മാർ പറയും. കാരണം ഇത് അത്രയും പ്രായമായ ആൾ അല്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഉപ്പ കല്യാണം കഴിച്ചോല, എന്തിനാണ് അങ്ങനെയൊക്കെ. പക്ഷെ അത് പറയുന്നവർക്ക് അതറിയില്ല. യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പുരുഷന് ഒരു സ്ത്രീ തുണ ആവശ്യമാണ്. അതോടൊപ്പം ഒരു സ്ത്രീക്കോ സ്വാഭാവികമായിട്ടും അതിൻ്റെ മക്കൾ, പേരക്കുട്ടികൾ, ആ ഭർത്താവ് നഷ്ടപ്പെട്ടാലും ആ സ്ത്രീക്ക് ഒരു ഭാര്യയില്ല എന്നതുകൊണ്ട്, ഭർത്താവില്ല എന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല. ആ ആൾക്ക് അവരുടെ ആ പേരക്കുട്ടികൾ, കൊച്ചുങ്ങൾ, മക്കൾ, അങ്ങനെയുള്ള ആ കൂട്ടിപ്പിടുത്തവുമായിട്ട് ആ സ്ത്രീക്ക് മുന്നോട്ട് പോകും. സാധാരണ രീതിയിൽ മറ്റൊരു ഭർത്താവിനെ പുനർവിവാഹത്തിന് സാധാരണ സ്ത്രീകൾ സമ്മതിക്കാറില്ല, ആവശ്യവുമില്ലാത്തതാണ്. പക്ഷേ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാർ മരിച്ച് യഥാർത്ഥത്തിൽ വേണ്ടത്ര മക്കൾക്ക് തന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ സമയമില്ലാതെ. ഇപ്പം എൻ്റെ അടുത്ത് ഒരു സ്ത്രീ അങ്ങനെ ഉണ്ട്. അവർക്ക് മക്കൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും നിന്ന് ഉമ്മാനെ പരിചരിക്കാനുള്ള സമയമില്ല, സൗകര്യമില്ല. അവരെല്ലാവരും വിദേശത്താണ്, അവരുടെ ഭാര്യമാരുമായിട്ട്. അപ്പോൾ ആ ഉമ്മാക്ക് കൂട്ടിന് ആ ഉമ്മയുടെ അഞ്ചത്തിയുടെ മക്കൾ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ മക്കൾ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആരെങ്കിലും ഒക്കെയാണ് വന്നുകൊണ്ട് താമസിക്കുക. ഇനി നാട്ടിലുള്ള മക്കളാണെങ്കിൽ തന്നെ ഇപ്പം മാതാപിതാക്കൾ നോക്കാനായിട്ട് അവർക്ക് സമയമില്ല. കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്ന് സത്യവിശ്വാസ സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്ബോധനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഏറ്റവും വലിയ കടമ, ഒരു മനുഷ്യനോട് ഏറ്റവും വലിയ കടമ ആരോടാണ് എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ ആ പ്രവാചകൻ സലാസ മറാത്തി 3 തവണ ചോദിച്ചു. ആ 3 തവണയും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. 4ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് അത് തൻ്റെ ഉപ്പയോടാണ് അഥവാ പിതാവിനോടാണ് എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും വലിയ കടമ ഉമ്മയോടാണ്, അത് കഴിഞ്ഞാൽ ഉപ്പയോടാണ്. അപ്പോൾ ചോദിക്കും, ഉപ്പയോട് പെണ്ണ് കെട്ടിക്കലൊക്കെ കടമയാണോ എന്ന്? തീർച്ചയായിട്ടും അതൊരു കടമയുടെ ഭാഗമാണ്. എന്തുകൊണ്ടെന്നാൽ സായാഹ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ മാതാപിതാക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരൊക്കെ സാധാരണ ഇന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഈ സമുദായത്തിലും അതോടൊപ്പം തന്നെ ഈ ലോകത്ത് മറ്റു സമുദായങ്ങളിലൊക്കെ ഈ പറയുന്ന വൃദ്ധസദനങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ പ്രവേശിപ്പിക്കാൻ തന്നെയാണ്. അല്ലാതെ അത് സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു സങ്കേതമൊന്നുമല്ല. മറിച്ച് എല്ലാവരെയും അവിടെ പ്രവേശിപ്പിക്കുന്നത് തങ്ങൾക്കൊന്നും സൗകര്യമില്ല, ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും നോക്കാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ വിദേശത്താണ്. ഇനി വിദേശത്തൊന്നും അല്ലാത്ത കുടുംബങ്ങൾ ഇത്തരത്തിൽ വൃദ്ധസദനത്തിൽ തങ്ങളുടെ മാതാപിതാക്കളെ കൊടുന്ന് തള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആരാധനക്രമങ്ങളെപ്പോലും രൂപപ്പെടുത്തിയെടുത്തപ്പോൾ അള്ളാഹു പറയുന്നു, സൂറത്ത് 31 പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ലുക്മാൻ എന്ന അധ്യായത്തിൽ മാതാപിതാക്കളോട് എങ്ങനെയാണ് കടമകൾ വേണ്ടതെന്നും അതുകൂടാതെ പല സ്ഥലങ്ങളെന്നും നോക്കണം.
അതിൽ പറയുന്നത് ഉഫിൻ വല തൻഹറുഹുമ നോക്കണം. വകുല്ലഹുമ നിങ്ങൾ അവരോട് വല തകുല്ലഹുമ ഉഫിൻ, അതാണ് നിങ്ങൾ അവർ രണ്ടുപേരോടും അവർ പ്രായമായി കഴിഞ്ഞാൽ. എന്തൊരു വേദഗ്രന്ഥം! അതിൻ്റെ 1400 കൊല്ലം മുമ്പുള്ള ഉപദേശമാണ്. വല തകുല്ലഹുമ ഉഫിൻ വല തൻഹറുഹുമ വകുല്ലഹുമ കൗലൻ കരീമ. നിങ്ങൾ അവരോട് എന്ന് പോലും പറയരുത്. ഇത് പ്രായത്തിന് മാത്രമല്ല, എല്ലാ സമയത്തും അവരോട് മക്കൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്ന് അവൻ്റെ വിശുദ്ധ ഖുർആൻ വളരെ അർത്ഥവത്തായിട്ട് പറയുന്ന ഒരു വാക്കാണിത്. നിങ്ങൾ അവരോട് എന്ന് പോലും പറയരുത്. അവരുടെ മുഖം വിവർണമായാൽ നോക്കണം, അവരുടെ മുഖം വിഷമത്തിലായാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പരാജയമാണ് എന്ന് അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ നോക്കണം. വിശുദ്ധ ഖുർആനിൽ ആരാധനാ കർമ്മങ്ങളോടൊപ്പം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു ബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നിങ്ങൾ പെരുമാറല്. അല്ലാ തഅ്ബുദു അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിന് അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുന്നത് വയസ്സായിട്ടുള്ളതും അല്ലാത്തതുമായ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പെരുമാറണം. നോക്കണം, അവർ എങ്ങനെയാണോ നിങ്ങളോട്, നിങ്ങളിൽ നിന്ന് അവർ എന്തു പ്രതീക്ഷിക്കുന്നുവോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ വരും, സ്വാഭാവികമാണ്. പക്ഷേ അവർക്ക് നിങ്ങളിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ പ്രതീക്ഷക്കുപരിയായിട്ട് നമ്മൾ അവരോട് പെരുമാറണം. അതാണ് വളരെ നല്ല നിലയിൽ. അള്ളാഹുവിൻ്റെ റസൂല് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞു. ഒരു മലമുകളിൽ കുടുങ്ങിയ 3 വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, ആ 3 വിശ്വാസികൾ ബനൂ ഇസ്രായേൽ കാലഘട്ടത്തിൽ ഒരു മലമ്പ്രദേശത്ത് പെട്ടുപോയി. അവിടെ നല്ല കാറ്റും മഴയും ഒക്കെ വന്നപ്പോൾ അതിൽ നിന്ന് ഒരു സുരക്ഷിത സ്ഥാനം തേടി. അങ്ങനെ അവിടുത്തെ ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ ആ അഭയം പ്രാപിച്ചതിനിടക്ക് ആ ഗുഹാമുഖത്ത് ഒരു കല്ല് വന്ന് വീണു. പിന്നീട് അവർക്ക് അത് തള്ളി മാറ്റാൻ കഴിയാത്ത വണ്ണം കനമുള്ള പ്രയാസമുള്ള ഒരു കല്ലായിരുന്നു. അവരെന്തു തീരുമാനിച്ചു? അവസാനം അള്ളാഹുവിനോട് തങ്ങൾ ചെയ്ത നന്മകൾ, തങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ മഹത്വങ്ങളും ഉണ്ടല്ലോ ജീവിതത്തിൽ, അങ്ങനെ ഒരു സംഭവമുണ്ട്. തങ്ങൾ ചെയ്തിട്ടുള്ള നന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സദക്കത്തും ജാരിയ, ഏറ്റവും മഹത്തായ സേവനം, ചാരിറ്റി. നല്ല ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികളെ എടുത്തു പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ ഒരു സഹോദരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ത്? അള്ളാഹുവെ, എനിക്ക് പ്രായമുള്ള ഒരു ഉമ്മയുണ്ടായിരുന്നു. നമ്മളൊക്കെ മദ്രസ ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുണ്ടത്. ഒന്ന് പുനരോർമ്മിപ്പിക്കുക കൂടെ തന്നെ ഞാൻ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ ഉമ്മ വയസ്സായിട്ടുണ്ട്. ആ ഉമ്മാക്ക് അപ്പോൾ എങ്ങനെയാണോ മകനോട് പെരുമാറേണ്ടത്, സാഹചര്യം എന്നൊന്നും ഉമ്മാക്ക് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ആ ഉമ്മ രാത്രിയിൽ ഉണർന്നു. എന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഓടിച്ചെന്നു ഉമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ പറഞ്ഞു, ഉമ്മ, പൊന്നു മകനെ, എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ വെള്ളത്തിന് ഓടി പുറപ്പെട്ടു അടുക്കളയിലേക്ക്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ സജ്ജീകരിച്ച് വെള്ളം എടുത്ത് ഉടനെ ഉമ്മയുടെ അടുക്കലേക്ക് ഓടി വന്നു. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ അവസ്ഥയാണ്, പ്രായമായിട്ടുണ്ട്. നമ്മളൊക്കെ കാണാറുണ്ടല്ലോ, ചെറിയ 6 മാസം 3 മാസമായൊക്കെ കുട്ടികളെ പോലെ ആണ് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണു. ആ മഹാനായ മനുഷ്യൻ എന്തു ചെയ്തു? ആ വെള്ളവുമായിട്ട് ആ ഉമ്മയുടെ അടുക്കൽ ഇങ്ങനെ ഇരുന്നു, അല്ലെങ്കിൽ നിന്നു എന്ന് പറഞ്ഞു. ഉമ്മ ഉണരുന്നതും കാത്തു നിന്നു. വൈകിയിരിക്കുന്നു, വളരെ വൈകിയിട്ടാണ് ആ ഉമ്മ ഒന്ന് ഉണർന്നു നോക്കിയത്. അപ്പം ഈ മകൻ വെള്ളവുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ ചോദിച്ചു, മോനെ, എന്തേ നീ ഈ വെള്ളവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു? ഉമ്മ, നിങ്ങൾ കുറച്ച് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് എന്നോട് വെള്ളം ചോദിച്ചിരുന്നുവല്ലോ. അപ്പം ഞാൻ വെള്ളവുമായി ഓടിയെത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഉമ്മ. നിങ്ങൾ
അപ്പം ഞാൻ നിങ്ങൾ ഉണരുന്നത് വരെ കാത്തിരുന്നതാണ്, ഇപ്പോഴാണ് നിങ്ങൾ ഉണർന്നത്. അപ്പോൾ ആ ഉമ്മ ആ മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് വളരെ വളരെ വ്യക്തമായ രീതിയിൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ ഈ മകന് നിന്റെ രക്ഷ എപ്പോഴും ഉണ്ടാവണം, ദുനിയാവിലും ഉണ്ടാവണം, പരലോകത്തും ഉണ്ടാവണം. എനിക്ക് പോലും വിഷമം വരുന്നു ഇത് പറയുമ്പോൾ. അപ്പോൾ ആ മകൻ ഈ അത്യാപത്തിൽ അത് എടുത്തു പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ എൻ്റെ ആ ഉമ്മാക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ആ മഹത്വം, ആ ഉപകാരം നീ ഒരു ജാരിയായ സദക്ക അഥവാ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അപ്പോൾ ആ ഗുഹയുടെ മുഖഭാഗത്ത് വന്ന് അടഞ്ഞിരുന്ന ആ കല്ല് ഒന്ന് തെന്നിമാറി. അങ്ങനെ പിന്നെ രണ്ടുപേരും അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഗുഹാമുഖത്ത് നിന്ന് അവർ വളരെ സുരക്ഷിതരായി രക്ഷപ്പെട്ടു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്ത, സത്യം മാത്രം പറഞ്ഞിട്ടുള്ള, സത്യം മാത്രം പറയാൻ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ആ അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവ കഥയാണ് ബനൂ ഇസ്രായേൽ സംഭവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞാൽ, അപ്പം തീർച്ചയായിട്ടും ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഉമ്മ മരണപ്പെട്ടു, മാസങ്ങൾ കഴിഞ്ഞു. അവരുടെ പിതാവിന് തീർച്ചയായിട്ടും ഒരു പങ്കാളി വേണം. ആ പങ്കാളിയെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ആ മക്കൾ സംഘടിപ്പിച്ചു കൊടുത്തു എന്നത് ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ. പക്ഷേ വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാലും എനിക്കൊക്കെ അനുഭവിച്ചതാണ്. എനിക്ക് ഉമ്മ ചെറുപ്പത്തിലേ നഷ്ടമായിരുന്നു. എനിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ഉമ്മ മരിച്ചത്. അതിനെ തുടർന്ന് ഞാൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം നഹൂദുബില്ല, അള്ളാഹു മാത്രമേ അതറിയുകയുള്ളൂ. മാത്രമല്ല, ഞാൻ എന്തിനേറെ പറയണം, വിധി വൈപരീത്യം എന്ന് പറയുമാറ് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ തന്നെയാണ് എൻ്റെ പിതാവ് വിവാഹം ചെയ്തത്. പ്രധാനമായും ഞങ്ങൾ മക്കളായ കുറച്ച് 3 പേരുണ്ടായിരുന്നു, അവരെ സംരക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ആ ഉമ്മ മരണപ്പെട്ടു. ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആ ഉപ്പ മറ്റൊരു പുനർവിവാഹം നടത്തി ഞങ്ങൾക്ക് വേണ്ടി. പക്ഷേ സ്വാഭാവികമായിട്ടും പിന്നീട് ആ സ്ത്രീ ഞങ്ങളെ ആട്ടിപ്പുറത്താക്കുന്ന രീതിയിലേക്ക് എത്തി. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണത്. അതിൽ നമ്മൾ ക്ഷമിക്കുന്നു, സബൂർ ചെയ്യുന്നു. കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നമ്മൾ തന്നെയാണ് മുൻകൈയെടുത്ത് നടത്തിയത്. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് സംഭവിച്ച ഒരവസ്ഥയാണിത്. അപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ അള്ളാഹു, ഞാൻ പറഞ്ഞു വന്നത്, 10 അമ്മ ചമഞ്ഞു വന്നാലും സ്വന്തം അമ്മക്കൊക്കുകയില്ല എന്ന് പണ്ട് തന്നെ പഴമക്കാർ പറയാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഈ കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ പറയാറുണ്ട് അത്. പക്ഷേ അതുപോലെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടു, പകരം വന്ന ആ എളീമ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴമൊഴിയിൽ പറയാറുള്ളതെങ്കിലും അവർക്ക് അതൊരു വിളക്കായി പ്രകാശിക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്ത് വർത്തമാനമാണ് കാക്ക പറയുന്നത്? ഇത്രയും പ്രായമായിട്ടുള്ള കുഞ്ഞോൻ്റെ ആ രണ്ടാനമ്മ അഥവാ ഉപ്പ കല്യാണം ചെയ്ത ആ സ്ത്രീയെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അവരിങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ചെയ്യുമെന്നൊന്നുമല്ല, നമ്മൾക്കൊക്കെ അറിയാം. പ്രായം ഒരു പ്രശ്നമേ അല്ല ലോകത്ത്. പ്രായം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം, തൻ്റെ റബ്ബിനെ മറക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നില്ലെങ്കിൽ പ്രായമായത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടത്. കാരണം മനുഷ്യൻ കൂടുതൽ അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ടയും ഭയപ്പെടേണ്ടയും സമയമാണ്. പക്ഷേ ചില വ്യക്തിത്വങ്ങൾക്ക് പ്രായമായാൽ പോലും അങ്ങനെ ഒരു സ്വഭാവമുള്ളതായിട്ട് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ആ ഉമ്മ, ആ എളാമ അവർക്ക് കുടുംബത്തിന് തണലാവുകയും ആ മക്കൾക്ക് ചിറക് വിരുത്തുകയും ചെയ്യട്ടെ. അള്ളാഹു അങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം മാതാപിതാക്കൾ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഉമ്മ മരിച്ച സമയത്ത് ആ വീടിൽ പൊട്ടിക്കരഞ്ഞിരുന്ന വീടായിരുന്നു യഥാർത്ഥത്തിൽ, അല്ലേ? പിന്നെ ദിവസങ്ങളോളം ആ വീട് റിക്കവറിയിലേക്ക് വന്നു. അവരുടെ പഴയപടി ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. അതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. മരണം എന്ന് പറയുന്നത് നമ്മളെ ആടെ നശിപ്പിച്ചു കളയുന്നില്ല, മറിച്ച് അത് മെല്ലെ 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 പിച്ച വെച്ച് നമ്മളെ പൂർവ്വ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നു. അതെന്തിനാണ്? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മളൊരു മരണത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ മരണസ്മരണയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് വെറുതെ ഇങ്ങനെ ഞാനിപ്പോൾ മരിക്കുമോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിന്ന് അവൻ മരിക്കുക എന്നതിനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈമാൻ വർദ്ധിക്കാൻ. ദിക്റുൽ മൗതി വ തിലാവത്തുൽ ഖുർആൻ, 2 ഘടകങ്ങളാണത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. നമുക്കെപ്പോഴും ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ചികിത്സ, അത് വിശുദ്ധമായ ഖുർആന്റെ പാരായണവും അതോടൊപ്പം തന്നെ ദിക്റുൽ മൗത്ത്, ഒരു മരണത്തെക്കുറിച്ചുള്ള എപ്പോഴും പറയുക. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു സംഭവമുണ്ട്, അതുകൂടെ ഞാൻ ഇതിൽ പറയുകയാണ്. ഓ ഷൂബു മജിലിസക്കും ഓ ദിക്രി മുഖദ്ദറില്ലദാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ ഏത് സദസ്സിൽ ഏത് രീതിയിലുള്ള സംഭാഷണം തുടക്കമിട്ടാലും അത് മരണസ്മരണയിൽ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അത് പറയാറില്ല, അവസാനിപ്പിക്കാറില്ല. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മെ ഏതു സമയത്തും എപ്പോഴാണ് ഇവിടെ നിന്ന് എടുത്തെറിയപ്പെടുക എന്ന്, ഒരു മനുഷ്യൻ്റെ ഖിയാമം എന്ന് പറയുന്നത് അവൻ്റെ മരണമാണ്. മാത്രമല്ല എല്ലാ മനുഷ്യൻ്റെ രുചികളെയും, അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാ ആത്മാക്കളെയും, ജീവനുള്ള സർവത്തിനെയും അള്ളാഹു നിർബന്ധകരമായ ഒരു കാര്യമാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് ഒരാൾക്കും ഇന്ന് വരെ ഈ ജീവന്റെ തുടിപ്പുകൾ ഇന്നു മുതലാണോ ലോകത്ത് കണ്ടു തുടങ്ങിയത്, അന്നു മുതൽ ലോകം പഠനം നടത്തിയിട്ടുണ്ട്. ഈ ജീവന്റെ നിലനിൽപ്പിന് എന്തു ചെയ്യാൻ കഴിയും, എങ്ങനെയുള്ള നിലനിൽപ്പിന് ഈ ജീവൻ ഒരു വ്യക്തി അഥവാ ഈ ലോകത്ത് ഉണ്ടാകപ്പെട്ട വ്യക്തിയിൽ ഏറ്റവും പ്രധാനികളുണ്ട് ചിലര്. ഉദാഹരണം, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം 63 വയസ്സിലാണ് ഇവിടുന്ന് വേർപെടുന്നത്. അന്ന് റസൂലുള്ളാഹിക്ക് നമ്മൾ പറയുന്ന ക്രിസ്തു വർഷപ്രകാരം 60 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ 61. 63 ആവുന്ന വഫാത്ത് അഥവാ അവിടുന്ന് വേർപാട് അവിടുത്തെ ഏകദേശം 61 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ആ റസൂലിന് പകരമായിട്ട് മരിക്കാൻ നോക്കണം, അഷ്റഫുൽ ഖൽഖ് ആയ നബിതങ്ങൾക്ക് പകരം മരിക്കാൻ അവിടെ എത്ര ആളുകളുണ്ട്. അവിടുന്ന് യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ റസൂലുള്ളാഹിക്ക് ഒരു രോമത്തിന് പോലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ആ സഹാബിമാരെടുത്തിരുന്നത്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കെൻസായി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ മക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും അറിയണ്ട, അള്ളാഹുവിൻ്റെ റസൂലാകുന്ന അഷ്റഫുൽ ഖൽഖിന് എന്തു സംഭവിച്ചു, അത്രമാത്രമായിരുന്നു അവരുടെ ചിന്ത. അപ്പം ഞാനിവിടെ ഒരു കൂടുതൽ പ്രഭാഷണം നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പരിമിതമാണ് താനും. നിങ്ങളുടെ കമൻറ്റുകളിൽ നിങ്ങൾ എന്നെ തിരുത്തണം. എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറയാറുള്ളൊരു വാക്കാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും പിശകുകൾ സംഭവിക്കാം, അത് നിങ്ങൾ തിരുത്തണം. അള്ളാഹുവിൻ്റെ റസൂലാകുന്ന അഷ്റഫുൽ ഖൽഖും അവിടുത്തെ അനുയായികളായ നേതാക്കളും ഇന്ന് കാണുന്ന നേതാക്കളെ പോലെയല്ല. അവർ പറഞ്ഞിരുന്നത് ഞങ്ങളെ ന്യൂനതകൾ പുറത്തു പറയൂ, ഞങ്ങളെ തിരുത്തൂ. അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള. കണ്ണാടി നന്നായാൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എന്താ അതിനുള്ള അർത്ഥം? നമ്മുടെ തൽസ്വരൂപം കണ്ണാടിയിൽ കാണും. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളെ തിരുത്താൻ അതാണ് ചങ്ങാതി ഒരു കണ്ണാടിയായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ മുഖത്ത് കാണുന്ന മാലിന്യമോ അല്ലെങ്കിൽ ന്യൂനതകളോ അല്ലേ, എപ്പോഴും കണ്ണാടി നോക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ. പ്രത്യേകിച്ച് എന്തിനാണ് ആ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ മുഖത്ത് വല്ല വൈകൃതമുണ്ടോ എന്നറിയാനാണ്, എൻ്റെ മുഖത്ത് വല്ല ന്യൂനതകളുമുണ്ടോ അല്ലേ, അതിന് മാത്രമാണ്. അപ്പോൾ കൂടുതൽ അഴകുണ്ടോ എന്നൊക്കെ അറിയാൻ. അതുകൊണ്ടാണല്ലോ അള്ളാഹു ഈ മുഖത്തെ ബഹുമാനിച്ചിട്ട് പോലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഏറ്റവും നന്നായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മനുഷ്യന്മാർ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തക്വീം എന്ന് പറഞ്ഞത് വളരെ സുന്ദര ഘടനയോടുകൂടെയാണ് അള്ളാഹു അത് സൃഷ്ടിച്ചു വെച്ചത്. എന്നിട്ട് അതിന്മേൽ ഫോസിലുകൾ കൊടുത്ത്, അതിന്മേൽ ചുണ്ടുമേ മാരക രോഗം വരുമാറുള്ള പ്രത്യേക കളറുകൾ കൊടുത്ത്, ആ കണ്ണിന് വേണ്ടാത്ത രീതിയിലുള്ള ആ കളറുകളിട്ട് ആ മുഖമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചില സിനിമാ നടന്മാർ മാത്രമല്ല, ഇപ്പോഴത്തെ എല്ലാവിധ പെൺകുട്ടികളും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോട്ടെ, അതൊന്നും ഇപ്പം എൻ്റെ വിഷയമല്ല. അപ്പം ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചെയ്യണം. പൂർണ്ണമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഉമ്മ മരണപ്പെട്ടതിനു ശേഷം പിതാവ് ഒരു പുനർവിവാഹം ചെയ്തു. ഇപ്പോൾ ആ കുടുംബം സന്തോഷത്തിൽ തന്നെ ആയിട്ട് കഴിഞ്ഞു പോകട്ടെ. ആ മരിച്ചു പിരിയുമാറുക ബന്ധത്തെ അള്ളാഹു നല്ല നിലയിൽ നിലനിർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.